എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ജാനു എടുത്ത ഡിസിഷൻ വളരെ റോങ് ആയിപ്പോയി, അവരുടെ ഡിസിഷനും റോങ് ആയി എന്ന് വേണം പറയേണ്ടത്. എന്തിനാണ് വെറുതെ ജാനു അവിടെ വന്ന് നിന്നിട്ട് മീറ്റിങ്ങിൽ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്, എനിക്കിങ്ങനെ തേർഡ് ക്ലാസ് ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു ക്ലാസ് ലെവലുണ്ട് എന്ന് അതിന് മുമ്പ് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ജാനുവിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റത്തില്ല. അവരുടെ അടുത്തൊന്ന് മാപ്പ് പറയണം, എൻ്റെ മുമ്പിൽ വന്ന് മാപ്പ് പറയണം, ഇല്ലാതെ ഞാൻ ഇവിടുന്ന് അതൊന്നും എനിക്ക് യോജിക്കാൻ. ജാസ്മിൻ ഇങ്ങനെ സിബിനെ മാക്സിമം പ്രകോപ് ചെയ്യാൻ നേരത്ത് സിബിൻ ഒരു ആംഗ്യം കാണിച്ചു കൈ വെച്ചിട്ട്. ദിസ് ഇസ് വെരി റോങ്. അങ്ങനെ ഒരു ആംഗ്യം കാണിക്കാൻ പാടില്ല. ജിൻഡോ പറയുന്നത് ഞാനൊരു 6-8 കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പം ജാനു 7 കഴിച്ചോ എന്നുള്ള അത്ഭുതത്തോടുകൂടി നോക്കുമ്പം അർജുൻ അപ്പുറത്തിരുന്നും കൊണ്ട് പറയുന്നുണ്ട് 8ന്റെ കൂടെ ഒന്നും കൂടി ചേർത്തത് അങ്ങ് 9 ആക്കുമെന്ന്. അത് ജാനുവിനെ കുത്തി തന്നെയാണത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ജാനു അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പോയാൽ അവിടെ വലിയ കോൺട്രവേഴ്സി ഉണ്ടാകും. ജാനുവിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. ഇപ്പോഴും നമ്മുടെ നാട് വികസിച്ചു എന്നൊക്കെ പറഞ്ഞാലും അത്ര വികസനങ്ങൾ വരാത്ത ഇടുങ്ങിയ ചിന്താഗതികളുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫേക്ക് ജെൻഡേഴ്സ്? അഭിഷേകിന് അതിന് എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമോ? ആരുടെയും വീട്ടിൻ്റെ വടക്കുവശത്ത് പോയിട്ട് അവർ സെക്സ് വർക്ക് ചെയ്യുന്നില്ല, അവരെ പ്രലോഭിച്ച് കൊണ്ടുവരുന്നില്ല. ഇവരെവിടെയെങ്കിലും സ്ട്രീറ്റിൽ നിന്ന് അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ഗതികെട്ട് അവസാന നിമിഷം അവർ സ്വീകരിക്കുന്ന ഒരു തൊഴിലാണത്. അഭിഷേകിനെ പോലുള്ളവർ എത്ര പേര് പോയി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ജോലി വേണോ, നിനക്ക് വസ്ത്രം വേണോ, നിനക്ക് ഭക്ഷണം വേണോ, നിനക്ക് കിടക്കാൻ ഇടമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ഓൺ എയർ വിത്ത് മീനാക്ഷി. എൻ്റെ ഷോയിൽ രണ്ടാമതും ഒരു ഗസ്റ്റിനെ കൊണ്ട് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഷോയിലേക്ക് അധികം വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കാതെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്, നിങ്ങളുടെ ഫേവറേറ്റ്, നമ്മുടെ സ്വന്തം രഞ്ജിമ. ചേച്ചി വെൽക്കം. എന്നാ ഉണ്ട് വിശേഷം? ഇതൊക്കെ തന്നെയാണ് വിശേഷം. നല്ല സുന്ദരിയായിരിക്കുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഒരു റോസാ പൂവിനെ പോലെ ഉണ്ട്. നമ്മൾ പണ്ടേ ഇപ്പം നമ്മൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഇൻസൈറ്റ് ഞാൻ ആദ്യമേ അങ്ങ് തരാം. നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ചങ്ക എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് പിറ്റേ ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചർ അവരെ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ പൊക്കുന്നത് ആ ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരിക്കും, ഫ്രണ്ടിനോടായിരിക്കും ചോദിക്കുക എന്താടാ ഇത് ഇങ്ങനെ ചെയ്തേന്നുള്ളത്. അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്താണ് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പം അത് തന്നെയാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. അതായത് ജാൻമണി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന 2-3 ആഴ്ച ഭയങ്കര ഇഷ്ടമായിരുന്നു മലയാളികൾക്ക്. അതായത് ഓൾറെഡി ആ ഉള്ളൊരു ഇഷ്ടം കുറച്ചുകൂടെ കൂടി. ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരിയുടെ സംസാരം ഭയങ്കര രസം അത് കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്ന രീതി, എല്ലാവർക്കും ഭയങ്കര ഗിവിങ് ആണ്, ഭയങ്കര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് പുള്ളിക്കാരി. അപ്പം അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഷോ ഇങ്ങനെ പോകെ ജാൻമണിയുടെ പല ക്യാരക്ടേഴ്സും പുറത്ത് വരുമ്പം ആൾക്കാർക്ക് അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ നെഗറ്റീവ്സ് വരുന്നു. അപ്പം ആസ് എ സിസ്റ്റർ എപ്പോഴും അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ ഭയങ്കര സിസ്റ്റേഴ്സ് ആണെന്ന്. ഈ ഒരു സിനാരിയോയിൽ എന്താണ് രഞ്ജിമയ്ക്ക് തോന്നുന്നത്? ഐ തിങ്ക് ഇതൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം രഞ്ജിമാർ ഇങ്ങനെ പറഞ്ഞു, രഞ്ജിമാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കിപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയ സമയത്ത് ജാനു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പോകുന്നതിന് മുമ്പ് വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോയി ഫുഡ് കഴിച്ചു, ഷോസിനെ പറ്റി ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ ജാനുവിന് കൊടുത്ത ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാം ആൻഡ് ക്വയറ്റ്, എത്ര കൺട്രോൾ ചെയ്യാമോ അത്ര കൺട്രോൾ ചെയ്യണം. നമ്മളെ ഫ്രസ്ട്രേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ പല കളികളും അവിടെ നടത്തും, ബട്ട് നമ്മൾ ഒരിക്കലും അതിലേക്ക് വീഴരുത്. കാരണം നാദിറ കുറച്ച് മുമ്പ് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇമേജ് തന്നെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നത്. ജാനുവിനെ ഇവിടെ അറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇവൻ രഞ്ജിനി ഹരിദാസ്, ഞാൻ, അവിനാശ്, ശശാങ്ക്, അങ്ങനെ കുറച്ച് കണക്ഷൻസുകൾ ജാനുവിനുണ്ട്. അപ്പോൾ ജാനു ഇസ് എ വെരി വെരി ലവബിൾ പേഴ്സൺ,
വെരി മച്ച്. ഒരാളെ ഹെൽപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരാളുടെ അത് ഇമോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി അവരെ സമാശ്വസിപ്പിക്കാനും എന്ത് തരത്തിലും ജാനു ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെന്ന് ഞാൻ പറയുള്ളൂ. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ജാനു അവിടെ ചെല്ലുമ്പോൾ ജാനുവിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നന്നായിട്ട് ഗെയിം കളിക്കണം, നല്ല ഗെയിമറായിട്ട് തന്നെ വരുമെന്നാണ് എനിക്ക് ഉറപ്പ് തന്നത്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ, അവിടെ കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട് വികസിച്ചു എന്നൊക്കെ പറഞ്ഞാലും അത്ര വികസനങ്ങൾ വരാത്ത ഇടുങ്ങിയ ചിന്താഗതികളുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്. ബിക്കോസ് ആ ഒരു ഷോ ഒരു വെൽ എഡിറ്റഡ് ഷോയാണ്, വെൽ എഡിറ്റഡ് ഷോയാണ്. അത് അവിടെ എന്താണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനി ഇവർ പുറത്തു വരണം. പുറത്ത് വന്ന് ഇവർ പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള എഡിറ്റിംഗ് ആയിട്ടുള്ള കട്ട് ഷോട്ടുകളാണ് പുറത്ത് വരുന്നത്. എങ്ങനെ നടക്കുമെന്ന് പറയും, 24 മണിക്കൂർ ഒരു ഹാളിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി 100 ക്യാമറകൾ വെച്ചെന്ന് പറഞ്ഞാലും നടക്കില്ല, അവിടെ എഡിറ്റിംഗ് ചെയ്യാതെ നടക്കില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജാനുവിനെ മെന്റലി ഹേർട്ട് ചെയ്ത ഒരുപാട് ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ജാനു അത്രയും എന്താ പറയുക ആ തരത്തിൽ ജാനു പെരുമാറിയിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. പിന്നെ ജാനു ഒരു എന്താ പറയുക ഭാഷ കൈകാര്യം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ചില ഭാഷകൾ ചില കാര്യങ്ങൾ പറയുന്നത് ജാനുവിന് മനസ്സിലാവുന്നില്ല, ജാനുവിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല ജാനുവിന്. ആ പ്യുവർ മലയാളം പറയുമ്പോൾ ജാനു ഈ കൊത്തി മലയാളം പഠിച്ച ഒരാളാണ്, അപ്പം അതിൻ്റെ അർത്ഥം ജാനുവിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജാനു അവിടെ ഭയങ്കര ഇമോഷണലി സാഡ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് സാഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഫ്രസ്ട്രേഷനിൽ നിന്ന് വന്ന വാക്കുകളാണ് നിന്നെ ഞാൻ നശിപ്പിക്കും, അങ്ങനെ അതെല്ലാം വിതിൻ സെക്കൻഡിൽ 1 സെക്കൻഡിൽ. അതിനുശേഷം ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ഒന്ന് കരയുകയോ സങ്കടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൾ അവിടെ പോയി കെട്ടിപ്പിടിച്ച് സമാശ്വസിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജാനു. ജാനു ഒരിക്കലും ഒരാളോട് ഒരു വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തത്തില്ല, ലൈഫ് ലോങ് വെച്ച് പുലർത്തില്ല, വിതിൻ സെക്കൻഡിൽ അത് തീർക്കുന്ന ഒരാളാണ്. പക്ഷെ ജാനുവിനെ പ്രകോപ് ചെയ്തു 100%. അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് നിന്നെ അങ്ങനെ ചെയ്യും, നിന്നെ ഇങ്ങനെ ചെയ്യും, അതവിടെ കഴിഞ്ഞു. പക്ഷേ രഞ്ജിമ, ഞാൻ ഇപ്പം ഈ ഒരു ടോപ്പിക് എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങിയതിൻ്റെ കരിയർ ഞാൻ നശിപ്പിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നത്. അത്രമാത്രം ചെയ്യാനായിട്ടുള്ളൊരു പവറുള്ള ഒരാളാണോ ജാൻമണി ദാസ്? ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ആരാണ് ഏതാണ് എന്നൊന്നും അറിയാതെയാണ് പലരും പലപ്പോഴും പെരുമാറുന്നത്. ഇപ്പം ഞാനും മീനാക്ഷിയും തമ്മിൽ സംസാരിക്കുകയാണ്, മീനാക്ഷി എന്നെ പ്രകോപ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംസാരിക്കുമ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ പറയും, അത് മാത്രമാണത്. അതർവൈസ് ജാനു ശുദ്ധഗതിക്കാരിയാണ്. അവൾ പുറത്ത് വന്നാൽ യാതൊരു വിധത്തിലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവൾക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളല്ല. ആ സമയത്ത് അവളത് അങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവളത് പ്ലാൻ ചെയ്യില്ല ഒരിക്കലും. ഞാൻ പുറത്തു പോകും, ഇൻ്റർവ്യൂ ചെയ്യും, ഇന്നതുപോലെ പറയും, അങ്ങനെ അവൾ പ്ലാൻഡേ അല്ല. അവൾ ബ്ലാങ്കായിട്ട് ചെന്ന് കയറിയ ഒരാളാണ് അവിടെ. ഇത്രയും സെലിബ്രിറ്റീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി ദാസ്. അതായത് ഒരാൾക്ക് ഫേമസ് ആകാം, ഏത് വഴിയിലൂടെയും ഫേമസ് ആവാം, പക്ഷെ റെപ്യൂട്ടഡ് ആവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആ റെപ്യൂട്ടേഷൻ ഉള്ള ഒരാളാണ് ജാൻമണി ദാസ്. ആ ഒരു റെപ്യൂട്ടേഷൻ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കയറിയതിന് ശേഷം ഒരു കോട്ടം തട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അതിൻ്റെ 1-2 പേരെ, എനിക്ക് കോണ്ടാക്ട്സ് ഉള്ള കുറച്ച് 1-2 പേരെ ഞാൻ പറഞ്ഞിരുന്നു, അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ കമ്മ്യൂണിറ്റിയെ, ട്രാൻസ് കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യാനാണ്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് കൈകാര്യം ചെയ്യാവുന്ന ഒരു ടീമിനെ ഒന്ന് സെലക്ട് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ജാനുവിന് സപ്പോർട്ട് ചെയ്യാനായിട്ടെങ്കിലും ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റീനെ ഒരാളെ കൊണ്ടുപോകാമായിരുന്നു, ഒരാളെയും കൂടി അവരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. ഒരു ട്രാൻസ്മെൻറ്റിനെയോ ഒരു ട്രാൻസ് വുമണിനെയോ ഒക്കെ അവർക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. കാരണം ജനറലൈസ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിന്ന് ഒരാളെ ഉള്ളത്. അപ്പോൾ അത് തന്നെ ഒരു വേർതിരിവല്ലേ? അല്ല, കഴിഞ്ഞ സീസണിൽ അപ്പം നാദിറ ഒരാളെ ഉണ്ടായിരുന്നു. പക്ഷെ നാദിറെ പോലല്ലല്ലോ ജാനു. നാദിറയ്ക്ക് കുറച്ചും കൂടി നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. ആ ജാനുവിന് മലയാളം
മലയാളം അറിയാമെങ്കിലും പല വാക്കുകളുടെ അർത്ഥം അറിയത്തില്ല. ഈ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ അർജുനും ജാനും വേറൊരു കുട്ടിയുണ്ടല്ലോ റസ്മിനുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പം അവിടെ ആ ഒരു സമയത്ത് ഭൂരി കഴിക്കുന്നതിനെ പറ്റി ചർച്ച നടക്കുവാണ്. അപ്പോൾ എത്ര ഭൂരി കഴിച്ചു, ഒരു ഭൂരിയും കൂടി കഴിക്കൂ എന്ന് പറയുമ്പം ജിൻഡോ പറയുന്നു, ഞാനൊരു 6-8 കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പം ജാനു 7 കഴിച്ചോ എന്നുള്ള അത്ഭുതത്തോടുകൂടി നോക്കുമ്പം അർജുൻ അപ്പുറത്തിരുന്നും കൊണ്ട് പറയുന്നുണ്ട് 8ന്റെ കൂടെ ഒന്നും കൂടി ചേർത്ത് അങ്ങ് 9 ആക്കുമെന്ന്. അത് ജാനുവിനെ കുത്തി തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ജാനുവിനെ കുത്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം മെന്റാലിറ്റികളുള്ള ഒരു കമ്മ്യൂണിറ്റിക്കിടയിലാണ് ജാനു നിൽക്കുന്നത്. അപ്പോൾ അർജുൻ അത് പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ളതാണ്. അപ്പൊ ജാനു അത് മീറ്റിങ്ങിൽ അത് പറയുമ്പോൾ അർജുന് യാതൊരു കൂസലും ഇല്ലാത്ത തരത്തിൽ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് നാദിറ ആയിരുന്നു അവിടെ എങ്കിൽ നാദിറ അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ ജാനു അതിന്റെ ക്ലാരിഫിക്കേഷൻ പോയാൽ അവിടെ വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കും. മനസ്സിലായി? ജാനുവിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. ജാനു അത്രയും കൺട്രോൾ ചെയ്താണ് അവിടെ നിന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇനി ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ ഇല്ല, പേര് കൂടി പറയാണ്ട് ജാനു പോയത് ആർക്കാണത് പറഞ്ഞത് മനസ്സിലായി. പക്ഷെ അർജുന് യാതൊരു കൂസലും ഇല്ലാതെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള ശരിയാണ്. അത്തരം ഇപ്പം ആ ഒരു നമ്പർ പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ജാനു ഒരുപാട് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ജാനുവിൻ്റെ റെപ്യൂട്ടേഷന് ഒരുപാട് ബിഗ് ബോസ് ബാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇനിയിപ്പോൾ അവൾ തിരിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ അവളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കൊരു ടെൻഷനുണ്ട്. സീരിയസ്ലി ആസ് എ സിസ്റ്റർ, ആസ് എ ഫ്രണ്ട്, ആസ് എ കമ്മ്യൂണിറ്റി പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് ജാനുവിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്ക് ടെൻഷനുണ്ട്. ബിക്കോസ് അവൾ അത്യാവശ്യം ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ ഷോയിൽ പോയത് കൊണ്ട് മാത്രം അവൾക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു എക്സ്പ്രഷൻ ഇപ്പം ജനങ്ങളുടെ മനസ്സിൽ ഇതാണ് ജാൻമണി ദാസ് എന്ന് അവർ കൊത്തിവെച്ച് കഴിഞ്ഞു. സോ ആ ഒരു ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ജാൻമണി ബിഗ് ബോസിൽ പോകണ്ടായിരുന്നു എന്ന് രഞ്ജിമയ്ക്ക് തോന്നുന്നുണ്ട്? എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ജാനു എടുത്ത ഡിസിഷൻ വളരെ റോങ് ആയി പോയി. അവരുടെ ഡിസിഷനും റോങ് ആയി എന്ന് വേണം പറയേണ്ടത്. ഓക്കെ, ഇപ്പം അർജുൻ ആ 9 വിളിച്ച് ആക്ഷേപിച്ച ആ ഒരു സിറ്റുവേഷൻ നമ്മളിവിടെ വെക്കുകയാണ്. ആൻഡ് ഓൺ ദ സെയിം ടൈം എനിക്ക് വേറൊരു സിറ്റുവേഷൻ കൂടി കോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ജാൻമണി ദാസ് ഒരിക്കൽ പറയണ്ടായി, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ 3rd ക്ലാസ് ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ജാൻമണി പബ്ലിക്കായിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ജാൻമണി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും കൂടിയാണ്. ഒരു ട്രാൻസ് ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള, ഇപ്പം ജാൻമണിക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ രഞ്ജിമയൊക്കെ ഇത്തിരി എലീറ്റ് ക്ലാസ് ആണ്. ഇപ്പം നിങ്ങളുടെ ഹാർഡ് വർക്കും കൊണ്ട് ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇനിയും ഉന്നത തലത്തിലേക്ക് കയറി വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും കയറ്റി കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു ചുമതല പോലെയാണ് ആസ് എൻ ആക്ടിവിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാം. അപ്പൊ അവിടെ ആ പറഞ്ഞത് ഒരു വലിയ ഡിസ്ക്രിമിനേഷൻ അല്ലേ ജാൻമണിയുടെ ഭാഗത്ത് നിന്ന്? ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ, ഐ അഗ്രി വിത്ത് യു. ബട്ട് അതിനു മുമ്പ് എന്തുകൊണ്ട് ജാനു അത് പറയാൻ ഉണ്ടായ സാഹചര്യം അവർ കാണിച്ചിട്ടില്ല? യുനോ എന്തിനാണ് വെറുതെ ജാനു അവിടെ വന്ന് നിന്നിട്ട് മീറ്റിങ്ങിൽ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്, എനിക്കിങ്ങനെ 3rd ക്ലാസ് ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു ക്ലാസ് ലെവൽ ഉണ്ട് എന്ന് അതിനു മുമ്പ് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിനിടയിൽ നിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ജാനു അത് ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. ജാനു കാരണം കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടിയിട്ടുണ്ട്, ലൈക്ക് കൂട്ടിയിട്ടുണ്ട്, അല്ലേ? ഒരാൾ ഉണ്ടാക്കി കൊടുത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറേ ആൾക്കാർക്ക് ഗുണം ഇല്ലേ? ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തു ജാനു. പക്ഷെ ആ കണ്ടന്റ് എവിടെ നിന്ന് വന്നു, എന്ത് കാരണത്താലാണ് ജാനു അത് എക്സ്പ്രസ് ചെയ്തതെന്നുള്ള കാര്യം ഇപ്പോഴും അത് റിവീൽ ചെയ്തിട്ടില്ല അവിടെ. ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഷോ വെൽ എഡിറ്റഡ് ആണ്. ആ വെൽ എഡിറ്റഡിൽ മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പൊ കഴിഞ്ഞത് ഇന്നലത്തെ ആണോ ഇന്നത്തെ ഒരു ഇതില് ജാസ്മിൻ എന്തോ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ സിബിനെ മാക്സിമം പ്രകോപ് ചെയ്യാൻ നേരത്ത് സിബിൻ ഒരു ആംഗ്യം കാണിച്ചു കൈ വെച്ചിട്ട്. ദിസ് ഇസ് വെരി റോങ്. അങ്ങനെ ഒരു ആംഗ്യം കാണിക്കാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവനത് കാണിക്കേണ്ടി വന്നത്? ജാസ്മിൻ ഓപ്പോസിറ്റ് നിന്ന് അത്രയും ഫ്രസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. ഗതി കെട്ടിട്ടായിരിക്കും സിബിൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെ. പക്ഷെ എന്തുകൊണ്ട് സെബിൻ അങ്ങനെ ഇപ്പം നമ്മൾ തമ്മിൽ പറഞ്ഞു മാക്സിമം പറഞ്ഞു എൻ്റെ ഒരു ജനറ്റിക് ക്യാരക്ടർ ഉണ്ട്. എൻ്റെ ഒരു ജനറ്റിക് ക്യാരക്ടർ എപ്പോഴും എനിക്ക് കൺട്രോളിങ് പവർ ഉള്ളതാണ്. ആ കൺട്രോളിങ് പവർ എവിടെയെങ്കിലും വെച്ച്
ലൂസാവും. ബട്ട് എന്തിന്റെ പേരിലായാലും അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നത് ശരിക്കും അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു പേഴ്സണാലിറ്റിയെ തെറ്റല്ലേ? ഞാനത് എഗ്രി ചെയ്യുന്നു. അപ്പൊ ഓപ്പോസിറ്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാനു അത് പറയാനുണ്ടായ ഒരു സാഹചര്യവും ഉണ്ടാകും. ജാനു അങ്ങനെ നോർമലി പറയുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന ജാനു അങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ എന്തോ സംതിങ് അവിടെ നടന്നിട്ടുണ്ട്, അതിനു മുമ്പ് എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാനു ആ മീറ്റിംഗിൽ അത് വന്ന് പറഞ്ഞത്. ആസ് നമ്മൾ നോക്കിയപ്പം ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരാൾ തന്നെ നിന്നിട്ട് അവിടെ ഒരു വലിയ ഡിസ്ക്രിമിനേഷൻ പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദാറ്റ് ഇസ് എ ഡിസ്ക്രിമിനേഷൻ. ബട്ട് അതിന്റെ മുമ്പിൽ എന്താണ് സംഭവിച്ചെന്ന് അറിയാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ അറിയണം. അത് ജാനു ഇറങ്ങി അത് എന്തുകൊണ്ടാണ് നീ അത് പറയാനുണ്ടായ കാരണം, അതിനു മുമ്പ് അവിടെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടോ എന്നറിയണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം അത് മേ ബി ജാൻമണിക്ക് ഉണ്ടായ ഒരു പ്രൊവോക്കേഷൻ കൊണ്ട് ജാൻമണി പറഞ്ഞതാണെന്ന് നമുക്ക് വെക്കാം. ബട്ട് സ്റ്റിൽ ജാൻമണി എപ്പോഴും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്ത ഒരാളാണെന്ന്. രഞ്ജുമയുടെ ഇന്റർവ്യൂസും രഞ്ജുമയുടെ ലൈഫും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഇത്രയും വലിയൊരു നിലയിൽ സ്വന്തം കാർ ഓടിച്ച് വന്നൊരു നിലയിലും രഞ്ജുമ പണ്ടത്തെ കഥകൾ ഇപ്പോഴും പറയുന്ന ഒരാളാണ്. ഈ ജാൻമണി പണ്ട് ആസാമിൽ നിന്ന് ട്രെയിൻ കയറി വന്ന ഒരാളാണ്. അപ്പോൾ വന്ന വഴി മറന്ന് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പറക്കുന്ന ഒരാളാണെന്ന് അത്രയുമുള്ള, അതായത് ജാൻമണിയുടെ ലെവലിൽ എത്താത്ത ആൾക്കാരും അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ പറയുന്നത് സ്വന്തം വഴി മറന്നിട്ട് സംസാരിക്കുന്ന പോലെ ഒരു തോന്നല് രഞ്ജുമയ്ക്ക് ഓണസ്റ്റ്ലി തോന്നിയോ? എനിക്ക് തോന്നി. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരാൾ എന്ത് പറയണം, എന്ത് പെരുമാറണം എന്നുള്ള ഡിസിഷൻ അവരുടേത് മാത്രമാണ്. അവർ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്തോ, അവർ ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്തോ എന്നുള്ളതല്ല വിഷയം. അപ്പം നമ്മളെപ്പോഴും, ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇവൻ കുട്ടികളോടാണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ സ്വയം പര്യാപ്തരാകുക. ആ സ്വയം പര്യാപ്തരാകേണ്ടത് എങ്ങനെയാണ്? നമ്മളുടെ പൂർവ്വകാലത്തെ പറ്റി ചിന്തിക്കുക. നമ്മുടെ പൂർവ്വകാലത്ത് നമുക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയവരെ പറ്റി നമ്മൾ ആലോചിക്കുക. നമുക്കൊരു വഴി കാണിച്ചു തന്നവരെ നമ്മൾ ഓർക്കുക. നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നവരെ നമ്മൾ ഓർക്കുക. ഇതെല്ലാം നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഓർത്ത് വേണം നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാനായിട്ട്. ബട്ട് ഞാനും അത് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ബിക്കോസ് അത് ഇനിയും ബിസിനസ് ക്ലാസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഫ്ലൈറ്റ് യാത്ര പോലും ആഗ്രഹിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾ, ജനറൽ പീപ്പിൾസുകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലെസ്സിങ് ഫ്രം ഗോഡ്. അതൊരു ലക്കായിരിക്കാം. തീർച്ചയായിട്ടും. രഞ്ജുമയ്ക്ക് ഒരുപക്ഷെ ജാൻമണീനെ കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പടി കൂടുതൽ അറിയുമായിരിക്കും എന്നെനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പം ഇനി ജാൻമണി ആസ് എ ഫ്രണ്ട് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ജാൻമണിക്ക് എന്ത് പ്രശ്നം വന്നാലും ജാൻമണിയുടെ ഒപ്പം നിന്ന് ജാൻമണിയെ കൺസോൾ ചെയ്ത് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ നോക്കാറുണ്ട്. നമ്മുടെ മറ്റേ അഭിഷേക് ജാൻമണിയെ പ്രൊവോക്ക് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ജാനു ഗെയിമാണ്, സ്റ്റേ കൺട്രോൾ എന്ന്, അതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നത്. പക്ഷെ ഇതേപോലെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ എനിക്ക് ഭയങ്കര വിഷമമായി തോന്നിയത് ജാസ്മിനെയും ഗബ്രിനെയും പറ്റിയിട്ട്. ഇത് ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ ജാൻമണിക്ക് അത് മുഖത്ത് നോക്കി പറയായിരുന്നു. അതായത് മൂന്നാമതൊരാൾ കൂടി ഇപ്പോൾ ഉണ്ടെന്ന് രസ്മിന്റെ പേരൊക്കെ എടുത്ത് പറയുന്ന ഒരു ഇതുണ്ടായി. അങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്ന ഒരു ഇത് തീരെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ജാൻമണിയിൽ നിന്ന്. ഞാനിപ്പോൾ എന്താ പറയുക, ആക്ച്വലി ഞാൻ ഈ ബിഗ് ബോസ് ഷോ റെഗുലർ കാണുന്ന ഒരാളല്ല. ഞാൻ എന്തെങ്കിലും സംതിങ് ഒരു സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ആലേട്ടൻ വരുന്ന ആ എപ്പിസോഡുകൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റുകൾ വരുമ്പോൾ അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പം ജാസ്മിൻ ഒരുപാട് തവണ ജാനുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്, ജാസ്മിൻ ഇത്രയൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടീവ് ഉണ്ട്. അങ്ങനെ ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജാനുവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ജാനു ഇങ്ങനെ പറയുന്നത് മൂന്നാമതൊരിടത്ത് പോയി പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് ജാസ്മിനോടും ഗബ്രിയോടും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നു നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞായിരിക്കാം. സാധാരണ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികള് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് നിങ്ങളുടെ അനുഗ്രഹം എന്ന്. കാരണം നിങ്ങളൊക്കെ ഗോഡ്സ് ലൈക്ക് സ്പെഷ്യലി ബ്ലെസ്ഡ് കമ്മ്യൂണിറ്റി ആണെന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ജാനു, ഞാൻ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ച് കളയും, എല്ലാ ദിവസവും ഇരുന്ന് കരയും എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യുന്നത് പോലെയാണ് ജനങ്ങൾ ഇപ്പൊ തോന്നിയിട്ടുള്ളത്. പറയട്ടെ, ഒരു തിരുത്തിക്കോട്ടെ, ട്രാൻസ് കമ്മ്യൂണിറ്റികൾ മാത്രമല്ല തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ അനുഗ്രഹം കിട്ടുന്നത്.
ഇവൻ നമ്മളെ അമ്മമാർ നമ്മളെവിടെയെങ്കിലും പോകുമ്പം നമ്മൾ യാത്ര പറയുമ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിടാറില്ലേ, അത് അമ്മമാരുടെ ഒരു ബ്ലെസ്സിങ് ആണ്. അച്ഛന്മാർ ചെയ്യുക, സഹോദരങ്ങൾ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സുകൾ ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് ചെയ്യാറുണ്ട്. അത് എല്ലാവരിലും ഉണ്ട് ആ ഒരു ബ്ലെസ്സിങ് പവർ. അത് ആ ബ്ലെസ്സിങ് പവർ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതിപ്പോൾ ഞാൻ അനുഗ്രഹിച്ചാലും മീനാക്ഷി അനുഗ്രഹിച്ചാലും അത് ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട്. ആ ഒരു വൈബിൽ നമ്മൾ പറയുന്നതാണ് നീ നന്നായി വരൂ, എൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നത് അതൊരു സിറ്റുവേഷനാണ്. ഇപ്പം ഞാൻ പറയുകയാണ് മീനാക്ഷി എക്സാം എഴുതാൻ പോകും, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് മതി. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നില്ല. മനസ്സിലുള്ള പ്രസിങ് ആ ഒരു പ്രസൻസ് അവിടെ കഴിഞ്ഞു. അപ്പം ജാനു അങ്ങനൊരു പവറുള്ള ഒരു ശാപം കൊടുത്ത് ദുർവാസാവൊന്നും അല്ല. ജാൻമണി നല്ല ലോകത്ത് ആരും തന്നെ ഒരു ശാപം കൊടുത്ത് ഒരാളെ നശിപ്പിക്കാൻ പവറുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരിലും നന്മയും തിന്മയും ഉണ്ട്. ഇപ്പോൾ ഒരാളിൻ്റെ മാനസികാവസ്ഥ നിലതെറ്റി പോകുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാക്കുകളാണ് നീ ഇതിനെല്ലാം അനുഭവിക്കും. അത് സ്വാഭാവികമായിട്ട് ഈ ലോകം നിലനിൽക്കുന്ന കാലം വരെ ഉള്ളൊരു വാക്കാണ്. ഞാൻ എത്ര കണ്ണീര് കുടിച്ചിട്ടുണ്ടോ ആ കണ്ണീരിൻ്റെ ഫലം നീ ഒരിക്കൽ അനുഭവിക്കും. നീയാണ് ഞാൻ കണ്ണീര് കുടിക്കാൻ ഉണ്ടായ കാരണക്കാരി നീയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നീ അനുഭവിക്കും. ദാറ്റ് ഈസ് കർമ്മ. അത് മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. അതർവൈസ് എനിക്ക് മീനാക്ഷിനെ ശപിച്ച് ഭസ്മമാക്കാനൊന്നും ഉള്ള പവർ എനിക്കില്ല, ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്കില്ല, ആർക്കും തന്നെ ഇല്ല. അതൊരു മാനസിക വേദനയാണ്. ആ വേദനയിൽ നിന്ന് ഉൾക്കൊണ്ട് വരുന്നതാണ്. മനസ്സിലായോ? ഞാൻ ഇത്രത്തോളം അവന് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം ഞാൻ അവനെ കെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം അവളെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ട്, എത്ര നാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനൊന്നും എനിക്ക് കിട്ടിയ തിരിച്ചടി ഇതായിരുന്നല്ലോ എന്ന് പറയുന്ന ആ ഒരു വിഷമ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ഈ ശാപമായിട്ട് ചിലർക്ക് തോന്നുന്നത്. മനസ്സിലായോ? അത് കുറേ കാലം കഴിയുമ്പോൾ അത് റിയലൈസ് ചെയ്യും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ റിയലൈസ് ചെയ്യും. അന്ന് അവർ ഇരുന്ന് കരഞ്ഞിട്ടുള്ള അവസ്ഥ, ഇതേ അവസ്ഥയിൽ അവരൊരിടത്ത് ഇരുന്ന് കരയും. ഗെയിം അതിനൊരു ഗെയിമായിട്ട് ഗെയിമിൽ അത് ഞാൻ അന്നും പറയുന്നുണ്ട്, ഗെയിമിനെ ഗെയിമായിട്ട് കാണണം. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ജാനുവിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ക്യാപ്റ്റനും പിന്നെ പവർ ടീമും കൂടി തീരുമാനിക്കുന്ന ചില മീറ്റിങ്ങുകളുണ്ടല്ലോ, ആ മീറ്റിങ്ങുകളിലൊന്നും ജാനു പലപ്പോഴും പങ്കെടുക്കാതെ നിൽക്കാറുണ്ട്. പങ്കെടുക്കുന്നില്ല, എനിക്ക് പറ്റത്തില്ല. അവരെൻ്റെ അടുത്തൊന്ന് മാപ്പ് പറയണം, എൻ്റെ മുമ്പിൽ വന്ന് മാപ്പ് പറയണം, ഇല്ലാതെ ഞാൻ ഇവിടുന്ന് അതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. എപ്പിസോഡില് ലാലേട്ടന് മുമ്പിൽ വെച്ച് പറ്റില്ല. പക്ഷെ അതൊക്കെ ആ ഒരു ഉള്ളിൽ നിന്ന് ചാടി വരുന്ന, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം അത്ര ഗെയിമുകളിൽ പോകേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഒറ്റയ്ക്ക് ഒരാളെ, അത് ഭാഷ അറിയാത്ത ഒരാളെ, ഒരു കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ജാനുവിനൊന്ന് ഡിസ്കസ് ചെയ്യാനും ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നു. ജനറൽ പീപ്പിൾസ് എപ്പോഴും എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് മുകളിൽ ഇയാൾ എത്തിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാൾ ഇവരെക്കാൾ മുകളിലെത്തി. നാദര എത്തിയപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു കമ്പയറിംഗ് കൂടി നടക്കുന്നുണ്ട്. അതായത് നാദര വന്നപ്പോ ഞങ്ങൾക്ക് റെസ്പെക്ട് ആയിരുന്നു, ജാൻമണി വന്നത് കളയുവാണെന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം രഞ്ജുമയ്ക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നു, ജാൻമണി നാദര കൊണ്ടുവന്ന ഒരു റെപ്യൂട്ടേഷൻ ഇവിടെ പോകുമോ എന്നൊരു എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഒരു ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇത്തരം ചർച്ചകൾ വൈറലായി വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ എതിരെ സംസാരിക്കുന്ന വീഡിയോസ് വന്നിട്ടുണ്ട്. അതെ, എനിക്കതൊരു ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നാദര പോയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. ജാനു എത്തിച്ചു. തുടക്ക സമയത്ത് സർജറിനെ പറ്റിയൊക്കെ വളരെ വിശാലമായിട്ട് ജാനു സംസാരിച്ചിരുന്നു. ജാനുവിൻ്റെ ലൈഫ് സ്റ്റോറി സംസാരിച്ചിരുന്നു. അവിടെ നിന്ന് ഗെയിം ഇങ്ങോട്ട് പോകും തോറും അത് കൈവിട്ടു പോയി. തീർച്ചയായിട്ടും. ഇനിയിപ്പം ഞാൻ മറ്റുള്ള ഷോ കാണുന്ന ഒരാളാണ്, അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സംസാരം ഉണ്ടായിരുന്നു, ഈ സീസൺ ജാസ്മിനും ഗബ്രിയും മാത്രം കൊണ്ടുപോകുകയാണെന്ന്. രഞ്ജു ചേച്ചിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അല്ല, എന്താണെന്നറിയാമോ, ഇപ്പൊ കാര്യം എന്തൊക്കെയാണെങ്കിലും ജാസ്മിന്റെ ചില നിലപാടുകളോട് എനിക്കെതിരുണ്ട്. കാരണം അതൊരു ഗെയിം ഷോ ആണ്. വിത്തിൻ സെക്കൻഡിൽ ഐ തിങ്ക് എനിക്ക് അവിടെ ചെന്നു 2-3 ദിവസത്തിനുള്ളിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ടാക്കി.
അപ്പോൾ അത് വെൽ പ്ലാൻഡ് ആയിരുന്നോ എന്ന് പുറത്തുള്ളവർക്ക് ഒരു സംശയം വരും. കാരണം ഇപ്പം അവിടെ ഒരു ലവ് കപ്പിൾ ഉണ്ടായിട്ടുള്ളത് മൈ ഫേവറേറ്റ് പേളിയും ശ്രീനിയും ആയിരുന്നു. അപ്പൊ അവര് തന്നെ എത്രയോ ദിവസങ്ങളെടുത്ത് ഏകദേശം 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവര് ഏകദേശം ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ക്ലോസ് ആയത്. പക്ഷെ അവരെപ്പോഴും അതിർവരമ്പുകൾ ലംഘിക്കാത്ത തരത്തിലുള്ള ഒരു നല്ല എന്താ പറയാ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവരിത് പ്രണയമാണോ സൗഹൃദമാണോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷനിലേക്കാണോ ഇവർ ആഗ്രഹിക്കുന്നത് ഒന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എനിക്ക് പൊതുവെ എനിക്ക് അതിനകത്തൊരു നീരസം തോന്നിയിരുന്നു. പക്ഷേ എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും ഗബ്രിയും ജാസ്മിനും കിടന്ന് കളിക്കുന്നത് കൊണ്ട് ഇന്ന് പുറമേ ഉള്ളവർക്ക് എന്തായി എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി, അതിനുവേണ്ടി ഷോ കാണുന്നത്. ഇന്ന് ഗബ്രിയും ജാസ്മിനും എന്താണ് കാണിക്കുന്നത്, ഇവർക്കെതിരെ എന്താണ് ചെയ്യുന്നത്, ജിൻഡോ എന്താ ചെയ്യാൻ പോകുന്നത്. ജിൻഡോ ആണ് പവർ, ജിൻഡോ ആണല്ലോ ഇവർക്കെതിരെ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു മതില് പില്ലർ എന്ന് പറയുന്നത്. ആ പില്ലർ ഇടിച്ചു തകർക്കാനാണ് ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ കൊണ്ടുപോകുന്നുണ്ട്, ഗെയിം ഇവർ കൊണ്ടുപോകുന്നുണ്ട്. മറ്റുള്ളവർ എപ്പോഴും എന്താ പറയുക ഗെയിം കളിപ്പിക്കുവാണ്, ഇവരെ കൊണ്ട് കളിപ്പിക്കുക. റസ്മിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും കൊണ്ട് ഗെയിം കളിപ്പിക്കുവാണ്. കളിപ്പിച്ച് ഇവരിങ്ങനെ തന്ത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അർജുനൊന്നും അവിടെ ഒന്നും ചെയ്യുന്നില്ല. അർജുന് വെറുതെ ഇങ്ങനെ പവർ കാണിച്ച് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് അർജുൻ ഒരു കുന്തവും അവിടെ ചെയ്യുന്നില്ല. ആലോചിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഷോ? ഞാൻ കണ്ടിട്ടുള്ള ഷോസിലൊന്നും അർജുൻ ഒരു കുന്തവും ചെയ്തു. ഇവൻ ഇപ്പൊ പോയിട്ടുള്ള അഭിഷേക് ശ്രീകുമാർ വെറുതെ മസിൽ പവർ കാണിച്ച് അവിടെ നിൽക്കുകയാണ്. അഭിഷേകിന് ഭയങ്കര ഫാൻസ് ഉണ്ട്. അത് പുറത്ത് ഔട്ട്സൈഡിൽ ഉണ്ടായിരുന്ന ഫാൻസ് ആണ്, ബിഗ് ബോസിൽ കയറിയിട്ടുള്ള ഫാൻസ് അല്ല. മനസ്സിലായില്ലേ? ബിഗ് ബോസിൽ കയറിയിട്ടുള്ള ഫാൻസുകൾ അവിടെ റിയൽ ആയിട്ട് വേറെയുള്ള ആൾക്കാർക്കുണ്ട്. അത് ജിൻഡോയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജെനുവിൻ പേഴ്സൺ, അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഫാൻസ് ആണ് ഇപ്പൊ പുറത്തുള്ളത്. അതിനാൽ ജിൻഡോനെ ആർക്കും അറിയത്തില്ല. ജിൻഡോനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്, വർഷങ്ങളായിട്ട് അറിയാം. പക്ഷെ ഞങ്ങൾ അത്ര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ല. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫ്രണ്ട് ആയിരുന്നു, അവൻ ജിം ട്രെയിനർ ആയിരുന്നു. അവൻ ഒരുപാട് കോമ്പറ്റീഷനുകൾ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. എന്നല്ലാണ്ട് ജിൻഡോ ഇതിനകത്ത് വരുമ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ജിൻഡോയ്ക്കില്ല. ജിൻഡോ അത് നേടിയെടുത്തതാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ജിൻഡോ നേടിയെടുത്ത ഫാൻസ് ആണ്. അല്ലാണ്ട് അവിടെ ശ്രീനൂനാണെന്നുണ്ടെങ്കിലും ശരണ്യക്കാണെന്നുണ്ടെങ്കിലും അപ്സരയ്ക്കാണെന്നുണ്ടെങ്കിലും ഗബ്രിക്കാണെങ്കിലും ജാസ്മിനാണെങ്കിലും ജാൻമണിക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ അവിടെയുള്ള ഫാൻ ഫോളോവേഴ്സ് അവിടെ ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നതുണ്ട്. ജാസ്മിനൊക്കെ എത്രയോ യൂട്യൂബ് ചാനലുകൾ ഉള്ളതാണ്. അതിപ്പോ കുറയാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഹേറ്റേഴ്സ് ഒത്തിരി വന്നു, ഒത്തിരി കുറഞ്ഞു. അതേസമയം ജെന്യുവിൻ ആയിട്ട് അവിടെ ഫാൻ ഫോളോവേഴ്സ് കയറി നിൽക്കുന്നത് ജിൻഡോയ്ക്കാണ്. അതുപോലെ മറ്റേ ഋഷിക്കും ഫാൻസുകൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരാളാണ്. മനസ്സിലായോ? ഋഷിയൊക്കെ എപ്പോഴും ശകുനിക്കളി കളിക്കുവാണ് അവിടെ, റിയൽ ഗെയിം കളിക്കുന്നില്ല അവിടെ. റിയൽ ഗെയിം ഇവര് 3-4 പേരാണ് അവിടെ റിയൽ ഗെയിം കളിക്കുന്നത്. അതെ, ഇപ്പം ജാസ്മിന് നേരത്തെ ഹേറ്റേഴ്സ് ആണ്, ലൈക് ജാസ്മിൻ കയറിയ സമയം കൊണ്ട് ഒത്തിരി ഹേറ്റേഴ്സിനെ സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ ഉണ്ടാകുന്ന ഓരോ സിനാരിയോസ് ഈ ഹേറ്റേഴ്സിന്റെ ഒക്കെ ഉള്ളിൽ ഒരു ഇഷ്ടം ജാസ്മിന് കൊടുക്കുന്നുണ്ട്. രഞ്ജിമയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം വന്ന ജാസ്മിനോട് എനിക്ക് തോന്നാറുണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ജാസ്മിൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഗെയിമിന്റെ ആ ഒരു ബിഗ് ബോസ് ഗെയിമിന്റെ ഒരു ശതമാനം അവിടെ കുറയും, 100% ഉറപ്പുണ്ട്. കാരണം ഒന്നുമല്ലെങ്കിൽ അവളെ ഈ തുള്ളിച്ചാട്ടവും എടോ 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 എന്നുള്ള വിളി കേൾക്കാൻ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. അതെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ വന്ന വൈൽഡ് കാർഡില് സിബിനെ പറ്റിയിട്ടാണ്. സിബിൻ ഭയങ്കര ആങ്ങളകളിയാ, കുറെ പെങ്ങന്മാരുണ്ട് സിബിന്. അപ്പൊ അതിലെ ഒരു പെങ്ങളാണ് ശ്രീതു. പക്ഷെ സിബിന്റെ ചില ടച്ചസ് ശ്രീതുവിനെ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്നത് രഞ്ജിമ ശ്രദ്ധിച്ചിരുന്നു? ശ്രീതു ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ ഇത്തിരിയെങ്കിലും ഒരു സ്നേഹം ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ശ്രീതു. എനിക്ക് പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ശ്രീതു ഇറ്റ്സ് എ വെരി ക്ലാസ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവളുടെ സംസാര രീതികൾ, ഇതൊന്നും വേണ്ട, അവൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് മാക്സിമം എക്സ്കേപ്പ് ആവാൻ ശ്രമിക്കാറുണ്ട്. സിബിൻ ചിലപ്പം തൊട്ടടുത്തിരുന്നത് കൊണ്ട് പെട്ടെന്ന് ശ്രീതുവിൻ്റെ കൈ പിടിച്ചതായിരിക്കാം, അല്ലാണ്ട് അത് പ്ലാനിങ്ങിൽ ചെയ്തതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് സിബിന് ഒരുപാട് നല്ല സുഹൃത്ത് വലയങ്ങൾ പുറത്തുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആങ്ങളെ കളിക്കുവാണോ ഇനി അവിടെ ഒരു വേറെ എന്തെങ്കിലും
സംതിങ് ക്രിയേറ്റ് ചെയ്യുവാണോ എന്ന് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അഭിഷേക് ശ്രീകുമാറിൻ്റെ ഒരു പരാമർശം എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ജാൻമണിയുടെ അടുത്ത് ചെന്നിട്ട് അവളെ പ്രക്കോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ വന്നിട്ട് അപ്പോൾ അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ മുൻപും പുറത്ത് കമ്മ്യൂണിറ്റിക്കെതിരെ ഒരുപാട് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പം അഭിഷേക് ശ്രീകുമാർ കുറച്ച് ഗെയിം കളിക്കാനുള്ള രീതിയിൽ പുറത്ത് അവന് ഹെയ്റ്റേഴ്സ് വരും എന്നുള്ളത് കൊണ്ട് അവൻ പ്ലേറ്റ് മാറ്റിയിട്ടു. ജാൻമണിയായിട്ട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അഭിഷേക് പറയുന്നത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇതാക്കുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റീനെയാണ്, അല്ലാത്തവരെ ഞാൻ അപ്പോഴാണ് പറയുന്നത്. സംഭവം കൈവിട്ട് പോയി എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് അഭിഷേക് അങ്ങനെ പറയുന്നത്. അതർവൈസ് മുൻപുള്ള അഭിഷേകിന്റെ പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട്, അഭിഷേകിന്റെ വീഡിയോസുകൾ. അതിൽ ഏറ്റവും രഞ്ജുമയ്ക്ക് അംഗീകരിക്കാനേ പറ്റാത്ത ഒരു പ്രസ്താവന ചോദിച്ചാൽ ഏതായിരിക്കും? അഭിഷേക് മുൻപ് ഫേക്ക് ജെൻഡേഴ്സ്, like calling trans people fake genders. Yeah, fake genders. What is the definition of fake genders? അഭിഷേകിന് അതിന് എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമോ? അതെനിക്കൊരു ഇപ്പോഴും എൻ്റെ മനസ്സിനെ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഞാൻ ബിഗ് ബോസിൽ വരുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് പോലും. അപ്പൊ അതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഫേക്ക് ജെൻഡറിന്റെ സംഭവം ഇതിന് ശേഷം ഇതിങ്ങനെ പറയുമ്പോഴാണ് പലരും അഭിഷേക് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്ന ആളാണ്, ഈ കമ്മ്യൂണിറ്റിക്കെതിരെ ഓരോ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ഇയാൾക്കുണ്ട്. അതിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ വീഡിയോസിന് താഴെ വന്നിട്ട് ഫേക്ക് അക്കൗണ്ട്സുകളുണ്ട്. അതിന്റെ താഴത്ത് വന്ന് ഒരുപാട് ബാഡ് കമന്റുകൾ. പിന്നെ ഇവരുടെ തന്നെ എന്തോ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് കമന്റുകൾ, അത് അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ തുടങ്ങിയതുപോലെ ഒരു ഗ്രൂപ്പ് ഇവർ തുടങ്ങുന്നുണ്ടെന്ന്. മനസ്സിലായോ? അതായത് ഈ ഓപ്പോസിറ്റ് പറയാനായിട്ട് ഇവരുണ്ടാക്കിയ ഇവരുടെ തന്നെ ഒരു ഗ്രൂപ്പ്, ഒരു പേജ് ഉണ്ടെന്ന്, അതുപോലെ തന്നെ ഇവർക്കും പേജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് മെൻ്റലി ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ഒരാരെയും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ലോകത്ത് നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ജയിലിൽ സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ച ട്രാൻസ് വ്യക്തി കിടപ്പുണ്ടോ? സ്വന്തം കുഞ്ഞിനെ കൊന്ന ട്രാൻസ് വ്യക്തി കിടപ്പുണ്ടോ? ഇല്ല. ഒരാളുടെ ജീവിതം തകർത്തിട്ടുള്ള ട്രാൻസ് വ്യക്തികൾ ഉണ്ടോ? ആരുടെയും വീട്ടിൻ്റെ വടക്കുവശത്ത് പോയിട്ട് അവർ സെക്സ് വർക്ക് ചെയ്യുന്നില്ല, അവരെ പ്രലോഭിച്ച് കൊണ്ടുവരുന്നില്ല. ഇവരെവിടെയെങ്കിലും സ്ട്രീറ്റിൽ നിന്ന് അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ഗതികെട്ട് അവസാന നിമിഷം അവർ സ്വീകരിക്കുന്ന ഒരു തൊഴിലാണത്. മനസ്സിലായോ? ഒരിക്കലും ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അത് വളർന്നു വരുമ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എനിക്ക് കുലത്തൊഴിലാക്കി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ആരിവിടെ ജനിക്കുന്നു? ഇല്ല. അവരുടെ സാഹചര്യം അവിടെ കൊണ്ടെത്തിച്ചു. അഭിഷേകിനെ പോലുള്ളവർ എത്ര പേര് പോയി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ജോലി വേണോ, നിനക്ക് വസ്ത്രം വേണോ, നിനക്ക് ഭക്ഷണം വേണോ, നിനക്ക് കിടക്കാൻ ഇടമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് അഭിഷേകിനോട് ചെയ്ത ക്രൂരത ട്രാൻസ് കമ്മ്യൂണിറ്റികൾ? അല്ല, അഭിഷേക് അതാണ് വീണ്ടും അവിടെ പറയുന്നത്. നോ, അഭിഷേകിന് കാര്യം മനസ്സിലായി. സംഭവം കൈവിട്ട് പോയി. ഇനി ഞാൻ എൻ്റെ പ്ലേറ്റ് ഒന്ന് മറിച്ചിട്ടാൽ മാത്രമേ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ. ഓക്കെ, അഭിഷേകിന് എത്രയോ ഫാൻസുകാർ കയറിക്കോട്ടോ, അഭിഷേക് കപ്പും കൊണ്ട് പോയിക്കോട്ടെ, അഭിഷേക് നന്നായിട്ട് കളിച്ചോട്ടെ, അതെല്ലാം അഭിഷേകിൻ്റെ മാത്രം കാര്യമാണ്. ബട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്കിടയിലേക്ക് വരുമ്പോൾ അഭിഷേകിൻ്റെ ആ വീഡിയോ നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഒരുപാട്. കാരണം ഞാൻ അടങ്ങുന്ന ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റി ജനറൽ പീപ്പിൾസിൻ്റെ ഇടയിൽ ജീവിക്കുന്നവരാണ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ഒരുപാട് നല്ല നല്ല റെപ്യൂട്ടഡ് ഫാമിലികളിൽ ചെന്ന് കയറുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വീഴും. അത് ഒരാളുടെ ഉപജീവന മാർഗത്തെ തടസ്സം ചെയ്യുന്ന പ്രസ്താവനകളാണ് അഭിഷേക് ചെയ്തിരിക്കുന്നത്. അതാണ് പറയുന്നത് കർമ്മഫലം കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുമെന്ന്. അവിടെയാണ് ഉള്ളു വേദനിച്ചുകൊണ്ട് ശാപവാചനങ്ങൾ വരുന്നത്. ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളവരും അതേപോലെ തന്നെ നമ്മുടെ റിയാസ് സലീം ഒക്കെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. ഇപ്പം അഭിഷേകിനെ പോലെ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ അങ്ങോട്ടേക്ക് വൈൽഡ് കാർഡായിട്ട് ഇത്രയും കയറ്റി വിട്ടത് കമ്മ്യൂണിറ്റിയെ തന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ബോസിന്റെ ഒരു ഡേർട്ടി മൂവ് ആയിരുന്നു. I think you think so? I think yes, people are different. ഓക്കെ, ഇനിയിപ്പം രഞ്ജുമക്ക് ഞാനൊരു ചെറിയൊരു ക്വിക്ക് റൗണ്ടിലേക്ക് കൊണ്ടുപോവാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ടൈറ്റിൽസ് ഉണ്ട്. ആ ടൈറ്റിൽസ് നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിന് അങ്ങ് കൊടുക്കാം. ഓക്കെ,
നല്ല ഒന്നാം തരം മാനിപ്പുലേറ്റർ ആയിട്ട് തോന്നുന്നത് ആരെയാണ്? അപ്സര. വൈ? അപ്സരയ്ക്ക് കാര്യങ്ങളെല്ലാം ഒളിച്ചു നിന്ന് നോക്കി കൃത്യമായിട്ട് എവിടെ എറിയണമെന്നുള്ളത് അറിയാം. ജെന്യുവൻ പേഴ്സൺ ഇൻ ബിഗ് ബോസ്? ശ്രീതു. നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് ദ എന്റർടൈനർ ഓഫ് ബിഗ് ബോസ് ഹൗസ്? ഒബ്വിയസ്ലി ജാൻമണി. എല്ലാ രീതിയിലും. ഒബ്വിയസ്ലി ജാനു ഭയങ്കര കോമഡിയാ. ജാനു നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. ഒരു ആറ്റം ബോംബ് ഇട്ടിട്ടാണ് ജാനു പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇതേപോലെയൊക്കെ എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ അടുത്തോ? ആരെങ്കിലും എടുത്തും? ജാനുവോ? പിന്നെ ഞാനും ജാനും തമ്മിൽ പൂര അടി നടക്കാറുണ്ട്. ഇതേപോലെയൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരുവടി, നിന്നെ ഞാൻ കാണിച്ചു തരുവടി. സീരിയസ് ആയിട്ട് കുറച്ച് കഴിയുമ്പോ ബേബി എവിടെയാ? അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ മേ ബി ആ രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണാത്തതാണെങ്കിലും അറിയില്ല നമുക്ക്. ഇനി ആദ്യം വെറുതെ ആണെന്ന് തോന്നി പക്ഷെ പിന്നീട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ ആരാ? ജിൻഡോ. അടുത്തത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആദ്യം ഗംഭീരം വരവൊക്കെ ആയിരിക്കും, ഗെയിമൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ചു, പക്ഷെ വന്നത് വെറും പാഴായി. സായി. അടുത്തത് വാഴ. രണ്ടുപേരുണ്ട് കേട്ടോ, സായി നന്ദനയും. അത് ശരിയാ, ഇപ്പൊ തോന്നുന്നുണ്ടോ മറ്റേ കാറിലിരുന്ന് നന്ദന ഇങ്ങോട്ട് വന്നിട്ട് കാറിലിരുന്ന് സായി എന്തൊക്കെയാ പറഞ്ഞു, പിന്നെ ലാലേട്ടന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അവളെ ശരിയാക്കുമെന്ന് പറഞ്ഞു. അകത്ത് പോയിട്ട് വിറയ്ക്കുന്നത് ഒറിജിനൽ വിറയില് തന്നെയായിരുന്നു. അടുത്തത് വാഴ അറ്റ് ബിഗ് ബോസ്? ഗബ്രി. അതാ വാഴകൾക്കിടയിൽ ഒരു ഷോട്ട് എന്നത് ശ്രദ്ധിച്ചു? അതുകൊണ്ടല്ല, അത് വാഴയാണ് ആ ചെറുക്കൻ. അത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റിയ ആളല്ല. ജാസ്മിൻ ഉള്ളത് കൊണ്ടാണ് ഗബ്രിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നത്. പിന്നെ നല്ലൊരു വളവാണ് ജാസ്മിൻ. പക്ഷെ എന്നാ ഞാൻ ചോദിക്കട്ടെ, ജാസ്മിന് ഗബ്രി ഇല്ലാതെ ഗെയിം കളിക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി 100% ജാസ്മിന് കളിക്കാൻ പറ്റും. ഗബ്രിയുടെ വട്ടം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ജാസ്മിന്റെ ഫോളോവേഴ്സ് കയറുമായിരുന്നു. ജാസ്മിനാണ് ടോപ്പിൽ വരേണ്ടത്, വരുമായിരുന്നു. ജിൻഡോയുടെ ഒപ്പത്തിന് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരുപടി മുകളിൽ ജാസ്മിൻ കയറുമായിരുന്നു. ഈ ഗബ്രി എന്ന് പറഞ്ഞ വാഴക്കൂട്ടത്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ. അടുത്തത് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ? ഋഷി. വീട്ടിലെ കോഴി? അങ്ങനെ കോഴി എന്ന് പറയാൻ പറ്റത്തില്ല. അത് എന്താ പറയാ, അതൊരു സഹോദര സ്നേഹമാകാം. അത് സഹോദര സ്നേഹമാകാം. ജനങ്ങൾക്ക് അത് കോഴിയായിട്ട് തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം. വാട്ടെവർ, അത് ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. ഐ തിങ്ക് അതങ്ങനെ ഒരു കോഴി എന്നൊരു വിശേഷണത്തിന് ആവശ്യമില്ല. ഒരു രജുമ പേര് പറയാൻ മടിക്കുന്നു. ഹീസ് മൈ ഫ്രണ്ട്, ദാറ്റ്സ് വൈ. സിബിനെയാണ് ഉദ്ദേശിച്ചത്. അടുത്തത് ബിഗ് ബോസ് വീട്ടിലെ കോണ്ടന്റ് കിങ്? ശരണ്യ. ശരണ്യ അത്ര കോണ്ടന്റ് ആണ് എനിക്ക് തോന്നാറുണ്ട്. അടുത്തത് കോണ്ടന്റ് ക്വീൻ ആയിരുന്നു, അപ്പം എന്തായാലും ശരണ്യാണ് ഉത്തരം. അടുത്തത് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ അവിടെ? ഗ്രൂപ്പായിട്ട് കളിക്കുന്ന അവിടെ ഒരു ഗ്രൂപ്പ് ഇല്ല. എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കും. എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നവരാണ്. അവിടെ ഒരു ഗ്രൂപ്പ് ഇല്ല. ശരിക്കും എല്ലാവരുടെ ഉള്ളിൽ പണ്ട് ഞാൻ മിസ് വേൾഡിൻ്റെ കാര്യത്തെ പറ്റിയൊരു സംസാരം, എന്തോ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ഐശ്വര്യ റായി പറയുന്നത് കേട്ടു, ഞാൻ ഈ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പോകുമ്പോഴും എൻ്റെ കണ്ണുകൾ ആ ക്രൗണിൽ തന്നെയായിരുന്നു. ഈ ക്രൗൺ എൻ്റെ തലയിൽ വരണം, ഈ ഒരു ചിന്ത മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഗെയിം കളിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും കപ്പടിക്കണം എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. സേഫ് ഗെയിം കളിക്കുന്നത്? അൻസിബ. കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ സേഫ് ഗെയിം അൻസിബ. അടുത്തത് വേഴ്സ്റ്റ് ഗെയിം? ലൈക്ക് ഒരു എന്താ പറയാ, നീതി ഇല്ലാത്ത രീതിയിൽ അവിടെ നെറികെട്ട ഗെയിം കളിക്കരുത് ഇങ്ങനെ പറയത്തില്ലേ? അഭിഷേക് ശ്രീകുമാർ. ആണോ? അതിനി കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചുകൊണ്ട്? അല്ലല്ല, അഭിഷേക് അങ്ങനെ വലിയൊരു പവർ കളി അവിടെ കളിക്കുന്നില്ല. യാ, അപ്പം എന്തായാലും റൗണ്ട് തീർന്നിരിക്കുകയാണ് രഞ്ജുമ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്തപ്പോഴും ഇതിന് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇത്രയും നന്നായി ബിഗ് ബോസിൽ ഓരോ കാര്യങ്ങൾ അറിയുന്ന ആളാണ്, വ്യക്തമായ നിലപാടുകളുള്ള ആളാണ്, കൂട്ടുകാരി ആണെങ്കിൽ കൂടി തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് മീഡിയയുടെ മുമ്പിൽ പറയുന്ന ആളാണ്. എന്തുകൊണ്ട് ബിഗ് ബോസ് പോകുന്നില്ല? നോ, എനിക്ക് പോകാൻ, ഞാനൊരു ബിഗ് ബോസ് എതിരാളിയൊന്നും അല്ല കേട്ടോ. ഞാൻ സീസൺ 1 ശേഷം
കൃത്യമായിട്ട് കുറച്ചധികമെങ്കിലും എപ്പിസോഡുകൾ കണ്ടിരിക്കുന്ന ഈ സീസണിലാണ്. മറ്റുള്ള സീസണുകൾ ഇപ്പോൾ നാദര പോയ സീസണുകളിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിസോഡുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ എപ്പിസോഡിൽ 40 എപ്പിസോഡുകളായിട്ടുണ്ടെങ്കിലും ഞാൻ ഏകദേശം ഒരു 30-35 എപ്പിസോഡെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എതിരല്ല, ആ ഷോയ്ക്ക് എതിരല്ല. പക്ഷെ ആ ഷോയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൂടാരമാണിത്. ഈ കൂടാരം വേണമെങ്കിൽ ഉയരാം, അല്ലെങ്കിൽ നിലംപതിക്കാം. ഇതാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പം നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ചിറുക്കിട്ട് കുത്തിക്കഴിഞ്ഞാൽ ഒരു മാന്തെങ്കിലും കൊടുക്കാത്ത മനുഷ്യരില്ല. ആ ഒരു ചിറുക്ക് കുത്തു കൊടുക്കാനായിട്ട് വെറുതെ പോയി കിടക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗം. 2, എന്നെ സംബന്ധിച്ച് എനിക്ക് 2 അക്കാഡമി ഉണ്ട്, 3 സലൂണുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അക്കാഡമിയിലെ സ്റ്റുഡൻസിനോട് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ 100 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ 50 ദിവസം ആകാം, ചിലപ്പോൾ 25 ദിവസം ആകാം. പക്ഷേ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ ഈ കമ്മിറ്റ്മെൻറ്റ്സിന് ഞാൻ ഉത്തരം കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൊണ്ട് എനിക്ക് അത്തരം സ്ഥലങ്ങളിലേക്ക് പോയി നിൽക്കാൻ പറ്റില്ല. ഇവനിപ്പോൾ ഞാൻ ദുബായിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. എവരി മന്ത് ദുബായിക്ക് പോകണം. ഒരു 5 to 10 ഡേയ്സ് ദുബായിലുണ്ട്. അപ്പം അവിടുത്തെ കാര്യങ്ങൾ നോക്കണം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കൂടി ആകുമ്പോൾ ഈ ബിഗ് ബോസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജാൻമണിക്ക് അപ്പുറത്തേക്ക് വേറൊരാളായി മാറിയിരിക്കും. എന്തിനാ വെറുതെ രഞ്ജിമാർ ഒരു പാവ സ്ത്രീയാണെന്ന്. അങ്ങനെ തന്നെ ഞാൻ പാവം തന്നെയാണ് കേട്ടോ. ഞാൻ എന്നെ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാവമാണ്. പിന്നെ എനിക്കറിയാം ഭയങ്കര സ്വീറ്റ് ഹാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം സ്വീറ്റ് ഹാർട്ട്, താങ്ക് യു സോ മച്ച്. തിരക്കുകളുടെ ഇടയിൽ ഇവിടെ വന്ന് നമ്മളോട് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് താങ്ക് യു രഞ്ജിമ. അപ്പോഴേ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജാൻമണിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് നമുക്ക് വേണ്ടി. ഇന്റർവ്യൂവിന് മുമ്പ് ഇടുന്ന 2 പേരും മൂളുന്ന ഞാനും ജാനുവും കൂടി തായ്ലൻഡിൽ പോയ സമയത്ത് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു. രാത്രി 3:30 മണിക്ക്, വെളുപ്പിന് 3:30 മണിക്ക് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ, വർണ്ണച്ചിറകുകൾ ചിരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ, സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ, സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ. ഞാൻ പഠിപ്പിച്ച അവള് നന്നായിട്ട് പാടും ആ പാട്ട്. ആണല്ലേ, അത് പാടട്ടെ. രഞ്ജിമയുടെ സ്വർണ്ണമുഖില് എല്ലാ പ്രശ്നങ്ങളൊക്കെ നീക്കി ആ ഒരു പഴയ ഇഷ്ടം കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു വരട്ടെ. അതങ്ങനെ ആകട്ടെ. ജാനു ഒരു ടോപ്പ് 5 വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അതിനവക്ക് ഒരു മെന്റൽ സപ്പോർട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളും അത് തന്നെ വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് രഞ്ജിമ ഫോർ യുവർ ടൈം.